വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്നതിന് മുന്നേ കുറച്ച് ഇങ്ങനത്തെ ഒരു സ്നാപ്പിൽ കണ്ടപ്പോൾ എടുത്തതാണ്. പിന്നെ നമ്മൾ കോളേജിലെത്തി കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പതിവാണല്ലോ, നമ്മൾ എപ്പോഴും ക്ലിപ്സൊക്കെ എടുക്കാറുള്ള കൂട്ടത്തിലാണ്. അപ്പം വെറുതെ ക്ലിപ്സ് എടുത്തു. അപ്പോൾ കണ്ടോ, ഇവർ കാണിക്കുന്ന ഈ ഒരു കോമഡി കണ്ടിട്ട് ഞാൻ ക്ലിപ്സ് ആക്കിയതാണ്. കണ്ടോ എന്തൊക്കെയാണ് കാണിക്കുന്നത്, വെറുതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്തു. ഒരു പഴയ ക്ലിപ്പാണ്, ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ, ഞങ്ങൾക്ക് മൊത്തം 10 പേരാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജ് വിട്ട് വന്നതും കോളേജിൽ നിന്ന് ഞാൻ പപ്സ് കഴിച്ചായിരുന്നു. ഞങ്ങളെല്ലാവരും റീൽസ് എടുക്കാൻ പോയി. അത് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് റീൽസ് എടുക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് രാത്രി അച്ഛൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ചു. ഇതൊക്കെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ അമ്മ മൊമോസ് ഉണ്ടാക്കി. ഇത് അടുത്ത ദിവസമാണ്. മൊമോസ് ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സെക്കൻഡ് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് മെഹന്തി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അമ്പലത്തിൽ എനിക്ക് ഈ ഒരു നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. അപ്പോഴേക്കും ഞാൻ എന്തിനോ ചവിട്ടിയപ്പോൾ അതങ്ങനെ പോയി. ഇപ്പോൾ കണ്ടോ, ഞാൻ അമ്പലത്തിൽ നിന്ന് എടുത്ത കുറച്ച് ഷോട്ടാണ്. അടിപൊളിയാണ് ഗൈസ്, നല്ല സെറ്റാണ്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നേച്ചർ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്തോ പറയുന്നുണ്ട്, പ്രശ്നമുണ്ട്. അടിപൊളിയാണ്. എനിക്ക് ഇവിടെ എല്ലാ ശനിയാഴ്ച ഞങ്ങൾ വരാറുണ്ട്. പറ്റുന്ന ശനിയാഴ്ചകളിലൊക്കെ മോസ്റ്റ്ലി വരാറുണ്ട്. അടിപൊളി വ്യൂ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഞങ്ങൾ വേറൊരു അമ്പലത്തേക്കും കൂടെ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചന്ദനമൊക്കെ കിട്ടി, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീടെത്തിയിട്ട് ഞാൻ മൊമോസ് കഴിച്ചു. അപ്പോഴേ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. മൊമോസ് കഴിച്ചില്ല, ഞങ്ങൾ മറന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് സൺഡേത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ വയലിൻ വായിക്കുന്ന ഒരു വ്ളോഗ് കേട്ടോ, ഒരു വീഡിയോ. അപ്പോൾ പിന്നെ വയലിൻ ഞാൻ പ്രാക്ടീസ് ചെയ്തു കുറച്ച് നേരം. എനിക്ക് സൺഡേ എപ്പോഴും ക്ലാസ് ഉണ്ടാവാറുണ്ടോ. അപ്പോൾ ഞാൻ വയലിൻ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ പാട്ടാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ സോങ് ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അത് ഒരു സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു ബാക്കിൽ. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് കേട്ടോ.